ഭാര്യമാരെ തല്ലാൻ പാടില്ല. നബി ഒരു ഭാര്യയെ തല്ലിയിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം കുടുംബ ജീവിതങ്ങളൊക്കെ വല്ലാതെ തകർന്ന ഞാൻ ഒരിക്കൽ ആലപ്പുഴ ഇവിടെ കണ്ട വയലിന് വന്നിട്ട് ഇതൊന്ന് പുറക്കാടാൻ തോന്നുന്നു. ഇവിടുന്ന് ഇങ്ങനെ കരുനാഗപ്പള്ളി ഭാഗത്ത് എവിടെയോ വയല് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു പോകുമ്പോ ഒരു ചെറുപ്പക്കാര് രണ്ടുപേര് ബൈക്കിൽ ഇങ്ങനെ പാഞ്ഞു വന്നിട്ട് എന്നെ പിടിച്ചു നിർത്തി. ഉസ്താദെ 1 മണി എങ്ങാണ്ടായി, എന്താ മക്കളെ സംശയം ചോദിക്കാൻ വന്ന ഉസ്താദെ 1 മണിക്ക്? ഞാൻ വിചാരിച്ചതെല്ലാം വന്നതാണ്. വയല് പറയുമ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് തല്ലട കാലല്ലേ. 2 ചെറുപ്പക്കാരടുത്ത് വന്നു. അപ്പൊ ഒരുത്തൻ ഇങ്ങനെ മാറി നിന്നു, ഒരുത്തന്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു എന്താ മോനെ? ഉസ്താദെ ഒരു മസല ചോദിക്കാൻ വന്നതാ. എന്താ മോനെ? ഉസ്താദെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 23 ദിവസമായി ഉസ്താദെ. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഒരു കാര്യം പറഞ്ഞു വഴക്ക് കൂടി. ഇവനാണെങ്കിൽ ഒന്ന് പണയം വെക്കാൻ മോതിരം ചോദിച്ചു, ആ പെണ്ണ് കൊടുത്തില്ല. പിന്നെ 1 പറഞ്ഞ് 2 പറഞ്ഞ് പിന്നെ വാശിയായി രണ്ടുപേരും കൂടെ വലിയ വഴക്കായി. അവസാനം പറഞ്ഞു നിന്നെ എനിക്ക് വേണ്ടടി 3 തലാക്കും എന്ന് പറഞ്ഞ് 23 ദിവസം ആയിട്ടുള്ളൂ. 3 തലാക്കും പറഞ്ഞു. ഇവൻ പറയാ ഉസ്താദെ ദേഷ്യം വന്നപ്പം പറഞ്ഞു പോയതാ, എനിക്ക് അവളെ തന്നെ വേണം, അവളെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു എടാ നീ തലാക്ക് പറഞ്ഞു. 3 തലാക്ക് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു പോയി, ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ. ഉസ്താദന്മാരടക്കം ചോദിച്ചപ്പോ ഉസ്താദന്മാര് പറഞ്ഞു ഇനി മറ്റൊരാള് വിവാഹം കഴിച്ചാലേ ആ പെണ്ണിനെ എനിക്ക് കെട്ടാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ. അപ്പൊ ഇവ എന്നോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ പുറകെ നിൽക്കണ കൂട്ടുകാരനെ കാണിച്ചിട്ട് പറയാ ഉസ്താദെ ഇവൻ എന്റെ കൂട്ടുകാരനാ, എന്റെ ഭാര്യയെ കെട്ടാൻ തയ്യാറാ, ഇവൻ എന്റെ ഭാര്യയെ കെട്ടാൻ തയ്യാറാ. ഞാനിങ്ങനെ നോക്കി പടച്ചവനെ പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ നാണം കുടുങ്ങി നിൽക്കുക, പുതിയാപ്പിള ഇക്കണ പോലെ വല്ലവന്റെ പെണ്ണും പിള്ളയെ കെട്ടാൻ. ചെറിയൊരു പയ്യൻ. ഞാൻ അവനോട് പറഞ്ഞു എടാ കെട്ടിയാൻ മാത്രം പോരടാ, ശാരീരികമായി ബന്ധം ശരീരത്ത് തൊട്ടിട്ടുള്ള ഒന്നുമില്ല. കെട്ടും തലാക്ക് പറയും ഞാൻ കെട്ടും. ഞാൻ പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും ചെയ്യാം, വണ്ടി എടുത്തിട്ട് ഓടിക്കളഞ്ഞു. ഇതാ ഇന്നത്തെ അവസ്ഥ. കെട്ടിയോ ജീവിച്ചോ അള്ളാഹു ആയാലും എനിക്കറിയില്ല. ഇന്നത്തെ അവസ്ഥ എങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഭാര്യ ഇങ്ങ് തല്ലാൻ നിന്ന് കഴിഞ്ഞ കഴിവിന്റെ പരമാവധി തല്ലാതിരിക്കുക, ക്ഷമിക്കാനും സഹിക്കാനും കഴിയണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 2 നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ തല്ലാൻ പാടില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഒരു ഭാര്യയെയും തല്ലികെട്ടില്ല. തന്റെ വീട്ടിലെ അടിമകളെ പോലും പ്രവാചകൻ തല്ലികെട്ടില്ല. അത് ഏത് സാഹചര്യത്തിലുമാകട്ടെ. അവിടെ നിന്ന് പറയുന്ന ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ അള്ളാന്റെ റസൂൽ ഇരിക്കുമ്പോ സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹ അല്പ കറി, മറ്റൊരു ഭാര്യയാണ്, കുറച്ച് കറി റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ആയിഷ ബീവിയുടെ കയ്യിൽ കൊടുത്തു പ്രവാചകന് കൊടുക്കാൻ. ആയിഷ ബീവി വീടിനകത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പോഴാ മറ്റൊരാൾ കൊണ്ടുവരണേ. ആയിഷ ബീവി റളിയല്ലാഹു തആല എനിക്ക് ദേഷ്യം വന്നു, എടുത്തൊരൊറ്റ ഏറ്, എല്ലാം കൂടെ എടുത്തൊരൊറ്റ ഏറ്. ആ പാത്രം വരെ പൊട്ടിപ്പോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴക്ക് പറയാനോ തല്ലാനോ ഒന്നും നിന്നില്ല. മിണ്ടാതെ താഴെ ഇരുന്നിട്ട് പൊട്ടിയ പാത്രം പറക്കിയെടുത്തു മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് ഭാര്യയെ തല്ലാൻ പാടില്ല. സ്നേഹമുള്ള ഒരു ഭർത്താവ് തല്ലൂല. ഇന്നിപ്പോ വൈകുന്നേരം സമയമാകുമ്പോൾ അളിയാ ഇന്നലെ പെടലി നടുവ് ഒരെണ്ണം കൊടുത്തളിയാ പറയാ. വൈകിട്ട് കാണുമ്പോ പറയും ഇന്നലെ അവളുടെ പെടലിക്ക് ഞാൻ പിന്നെ കട്ടിലിനടി ചവിട്ടി കയറ്റുമായിരുന്നല്ലേ. ഇതാ ചർച്ച. ഭാര്യയെ തല്ലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് സന്തോഷിക്കുന്ന യുവത്വം അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, മഹാന്മാര് പറയുന്നു പെണ്ണിന് എടുത്തു ചാട്ടം മുൻകോപമൊക്കെ ഉള്ള പെണ്ണുങ്ങളുണ്ട്. പാവങ്ങൾക്ക് ഒത്തിരി വിവരം കുറവാ, ഒത്തിരി ബുദ്ധി കുറവാ പെണ്ണുങ്ങൾ. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ദേഷ്യം വന്ന ഭർത്താവ് മിണ്ടാതിരിക്കലാ നല്ലത്. മഹാന്മാര് പറയുന്നു ഭാര്യയ്ക്ക് ദേഷ്യം വന്ന ഭർത്താവ് മിണ്ടരുത്, മിണ്ടാതെങ്കിൽ ഇരുന്നേക്കണം. കാരണം എന്തേ? നീ എന്തെങ്കിലും പറയും, അവൾ അതിന് മറുപടി പറയും. നീ വീണ്ടും എന്തെങ്കിലും പറയും, വീണ്ടും അവൾ മറുപടി പറയും. അവസാനം പെടലിക്ക് ഒന്ന് കൊടുക്കും. അടി കൊണ്ടാ മിണ്ടാതിരിക്കോ ഇല്ല, പിന്നെയും ദാദാന്ന് പറഞ്ഞ് ചോദിച്ചോണ്ട് നടക്കും. അതാ പെണ്ണ്. എടാ കൊണ്ട് 1 പറഞ്ഞ് 2 പറഞ്ഞ് തരതല പറയുമ്പോ ആണിന് ദേഷ്യം വരും, ആണ് തല്ലും. തല്ലുകൊണ്ടാ മിണ്ടാതിരിക്കത്തൊന്നുമില്ല, പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. വീണ്ടും 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 കൊടുക്കും. അവസാനം പെട്ടി എടുത്തോണ്ട് ഓളുള്ള വീട്ടിൽ പോകും. അതുകൊണ്ട് ഏറ്റവും നല്ലത് നിന്റെ ഭാര്യയ്ക്ക് ദേഷ്യമുണ്ടെന്ന് മനസ്സിലായാ മിണ്ടാതിരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പെണ്ണുങ്ങളോട് പറയാനുള്ളത്, നിന്റെ കെട്ടിയവന് ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലായാൽ നീ ബെഡ്റൂമിനകത്ത് കയറി കഥ കടച്ചിരിക്കല ഏറ്റവും നല്ലത്.
ആ വഴിക്ക് പോകാതിരിക്കുക നല്ലത്. അതാണ് തടിക്ക് നല്ലത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്താ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മുടെ ഭാര്യ ആരാണെന്ന് പഠിക്കണം. വെറുതെ കടന്നാ പോരാ, നിന്റെ ഭാര്യ ആരാണെന്ന് നീ മനസ്സിലാക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ തുടക്കകാലത്തിൽ പ്രബോധനമായിട്ട് പടച്ചവനെ അതാ മക്കയിലൂടെ നടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് പ്രബോധനം നടത്തി. വല്ലാത്ത പീഡനങ്ങളായിരുന്നു. അള്ളാഹുവേ ദീനിലേക്ക് കടന്നു വരുന്നവരെ പട്ടിക തല്ലുന്നത് പോലെ ഖുറൈശികളെ തല്ലിച്ചതയ്ക്കുകയാ. പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങളെ തല്ലിച്ചതയ്ക്കുകയാണ്. പടച്ചവനെ പ്രവാചകന്റെ മുന്നിലേക്ക് രക്തമൊലിപ്പിച്ചുകൊണ്ട് സഹാബാക്കളെ കടന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ട് പരാതി പറയുകയാ. അതാ തന്റെ പച്ചയിറച്ചി കത്തിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് കാണിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, സഹിക്കാ കഴിയുന്നില്ല നബിയേ. അവസാന പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാ. പടച്ചവനെ അവസാനം തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് വെറും കൈയോടുകൂടിയാണ് മദീനയിലേക്ക് പോകേണ്ടി വന്നത്. കഷ്ടപ്പെട്ടത് മുഴുവനും മക്കയിലിട്ടിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടി സഹാബാക്കള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. പടച്ചവരെ, മദീന നിവാസികളതാ സ്വീകരിക്കുകയാ. എന്നിട്ട് മുഹാജിരീങ്ങളെ അൻസാരീങ്ങളെ സ്വീകരിച്ചത് എങ്ങനെയെന്നറിയുമോ? 2 വീടുള്ളവർ ഒരു വീട് കൊടുത്തു. പടച്ചവനെ, വാഹനമുള്ളവർ വാഹനം കൊടുത്തു. പണമുള്ളവർ പകുതി പണം കൊടുത്തു. 2 ഭാര്യമാർ കൂടുതലുള്ളവര് ഒരു ഭാര്യ തലാഖ് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട മുഹാജിരീങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ഒന്നുമില്ലാത്തവരെ ആ പാവപ്പെട്ടവര് സഹായിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവര്, മുഹാജിരീങ്ങളെ അൻസാരീങ്ങളെ സഹായിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആരാണ് നിന്റെ ഭാര്യയെന്നറിയുമോ? ആരാണ് നിന്റെ ഭാര്യയെന്നറിയുമോ? അവള് ഹിജ്റ ചെയ്ത് വരുന്നവളാ. സ്വന്തം വീട്ടിൽ നിന്ന് ഹിജ്റ ചെയ്തിട്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ. നീ വിവാഹം കഴിച്ചു കഴിഞ്ഞാ അന്ന് മുതൽ അവളുടെ ഉമ്മയല്ല, അന്ന് മുതൽ അവളുടെ ഉമ്മ പോയി നിന്റെ ഉമ്മയാണ് ഇനി അവളുടെ ഉമ്മ. നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ. നിന്റെ കൂടപ്പിറപ്പാണ് അവളുടെ കൂടപ്പിറപ്പ്. നിന്റെ വീടാണ് അവളുടെ വീട്. നിന്റെ നാടാണ് അവളുടെ നാട്. അല്ലാഹുവേ, പടച്ചവര് പുതിയ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരികയാ. അവളുടെ കുടുംബക്കാരെ മുഴുവനും നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞിട്ട് ഇനി മുതൽ പുതിയ മാതാപിതാക്കളോ കൂടപ്പിറപ്പുകളാ കൂട്ടുകാരാ വീടാട്. പടച്ചവനെ, അങ്ങനെ ഹിജ്റ ചെയ്തുകൊണ്ടാണ് നിന്റെ ഭാര്യ നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ അവളെ ബഹുമാനിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു സഹാബി ചോദിച്ചു, നബിയേ, ഭാര്യയോട് ഭർത്താക്കന്മാർക്കുള്ള കടമ എന്താണ് നബിയേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് നിന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അയ്യുതഇമഹാ മിമ്മാ യുതഅം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയെയും കഴിപ്പിക്കണം, ഇത് നിന്റെ കടമയാണെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഏത് ഭർത്താവാ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്ന എത്ര പേരാ ഉള്ളത്? എന്റെ പ്രിയമുള്ളവരെ, ഈ പുറക്കാട്ടിലെ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്നോ, പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങുന്നോ, ഏറ്റവും കൂടുതൽ ബറക്കത്തുണ്ടാകുന്ന വീടേതെന്നറിയുവോ? ഈ പുറക്കാട്ടിലെ ഏറ്റവും നല്ല ഭവനമേതെന്നറിയുവോ? അല്ലാഹുവിന്റെ കരുണ ഇറങ്ങുന്നോ ബറക്കത്തുള്ള ഭവനമേതെന്നറിയുവോ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട്ടിൽ അല്ലാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരുമിച്ചിരുന്നൊരു പാത്രത്തിലിരുന്ന് കഴിക്കണം. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, നീ നിന്റെ ഭാര്യയുടെ കൂടെ ഒരുമിച്ചൊരു പാത്രത്തിനകത്തിരുന്ന് കഴിക്കണം. നിനക്കതിന് സമയമില്ലല്ലോ. പടച്ചവനെ, രാവിലെ മുതൽ വൈകുന്നേരം വീടിന്റെ അകത്തൊരു വേലക്കാരിയെ പോലെ കടന്ന് ജോലി ചെയ്യുകയാണ്. എന്നിട്ട് വൈകുന്നേരം സമയമെത്തിയപ്പോ വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം വിളമ്പി വെച്ചു. എല്ലാവരും കഴിക്കാൻ തയ്യാറെടുത്തു. മോളെ, നീ കഴിക്കുന്നില്ലേ? പെണ്ണ് പറയുന്നു, എന്റെ ഇക്ക വരട്ടെ, ഒരുമിച്ച് കഴിക്കാം. അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറക്കമായി. വീടിന്റെ കവാടത്തിൽ കാത്തിരിക്കുകയാ, ഭർത്താവ് വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ കാത്തിരിക്കുകയാണ്. അവസാനം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അതാ 10:30 11 മണിയായി. ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഭാര്യ ഞെട്ടിയുണർന്ന് കവാടം തുറന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാ. ആ സമയത്ത് ഭർത്താവ് പറയുന്നു, പെണ്ണ്, ഞാൻ ഭക്ഷണം കഴിച്ചു, വേണമെങ്കിൽ നീ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചിട്ട് കിടന്നോ. അല്ലാ, ഇടിത്തീ പോലെയാണ് ഭാര്യയുടെ മനസ്സിലേക്ക് അത് തറയ്ക്കുന്നത്. അവസാനം അവളതാടി നിന്റെ ബലിന്റെ മുന്നിലേക്ക് ചെന്നിരുന്നു. ഭക്ഷണം എടുത്തിട്ട് റബ്ബേ വായിലേക്ക് വാരി വെക്കുമ്പോ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നില്ല. അവസാനം എല്ലാം എടുത്തു വെച്ചിട്ട് അതാ കിടപ്പറയിൽ വന്ന് പട്ടിണി കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, കൂട്ടുകാരുടെ കൂടെ ഹോട്ടലിൽ പോയി പണ്ടം നിറച്ചിട്ട് കടന്നു വരുന്നവര്, എടാ നീ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കുമൊന്ന് പോയിരുന്നു കൂടെ. കഴിച്ചില്ലെങ്കിലും അവരുടെ കൂടെ പോയിരുന്നു ആ പാത്രത്തിനകത്ത് നിന്നൊരൽപ്പം ഭക്ഷണം നിനക്ക് വാരിക്കടിച്ചുകൂടെ. എങ്കിലും നിന്റെ പാവപ്പെട്ടവനെങ്കിലും ഭക്ഷണം കഴിക്കുമല്ലോ. അല്ലാ, ഒരു കരുണ കാണിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. എങ്കിലെന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വിശക്കുന്ന വയറോടെ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് ചോദിക്കുന്നു, ആയിഷ, വിശക്കുന്നു, കഴിക്കാ വല്ലതും ആയിഷ? എന്താണ് കഴിക്കാറുള്ളത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, 3 ചപ്പാത്തിയുണ്ട് നബിയേ, 3 റൊട്ടിയുണ്ട് നബിയേ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ 3 റൊട്ടി എടുത്തുകൊണ്ട് വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ കഴിക്കാൻ തുടങ്ങി. അതാ 3 ചപ്പാത്തിയും അങ്ങ് തിന്നുകളഞ്ഞു. വിശപ്പിന്റെ കാഠിന്യത്താൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ചപ്പാത്തിയും അങ്ങ് തിന്നുകഴിഞ്ഞു. അല്ലാഹ് തിന്നുകഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാണ് നബിയെ കരയുന്നത്? എന്തിനാണ് നബിയെ കരയുന്നത്? ആയിഷ,
നിനക്ക് കഴിക്കാ ഭക്ഷണം ഞാൻ ബാക്കി വെച്ചില്ലല്ലോ ആയിഷ, നിനക്ക് തരാതെ ഞാൻ അറിയാതെ കഴിച്ചുപോയി. ഇന്ന് നീ പട്ടിണിയാണല്ലോ, ഇന്ന് നീ പട്ടിണിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാ. എന്റെ ഭർത്താവ് ലോകത്തിന്റെ നേതാവിരുന്ന് കരയുകയാ. എന്നിട്ട് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ എനിക്ക് പൊരുത്തം തരുവോ ആയിഷ, എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ, നിനക്ക് തരാതെ ഞാൻ ഒറ്റയ്ക്ക് തിന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുന്നു, നബിയേ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോഴ് എന്റെ വയറ് നിറഞ്ഞ നബിയേ, ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, ആയിഷ നിനക്കെന്താണ് വേണ്ടത്, നിനക്കെന്താണ് വേണ്ടത്? യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിലും നിങ്ങളുടെ ഭാര്യയായിട്ട് നടക്കണം നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഒരു മടിയും വേണ്ട. ഭർത്താവ് തിന്നതിന്റെ ബാക്കി വേസ്റ്റ് അല്ല പെങ്ങള്. നിന്റെ ഭാര്യ നിന്റെ പാത്രത്തിന്റെ അകത്ത് കൈയിട്ടെന്ന് പറഞ്ഞത് വേസ്റ്റ് അല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുമ്പോ ഒരു സഹാബി അല്പം പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കുടിക്കാതെ ഭാര്യക്ക് കൊടുത്തു. കുടിക്കായിഷ ആദ്യം അല്ലാഹുവിന്റെ റസൂല് ഭാര്യക്കാണ് കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂല് ഭാര്യക്ക് കൊടുത്തു. കുടിക്കായിഷ ആയിഷ ബീബി റളിയല്ലാഹു തആല പാല് കുടിക്കുകയാണ്. അല്ലാഹുവേ മദീനബിയേ, ഇല്ല ആയിഷ വയറ് നിറച്ച് കുടിക്കായിഷ. അവസാനം ആയിഷ ബീബി പറഞ്ഞു, നബിയേ ഇനി എനിക്ക് വയറ്റില് സ്ഥലമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് പാലിന്റെ പാത്രം തിരിച്ചു കൊടുക്കുമ്പോ ഭർത്താക്കന്മാരെ റസൂലുള്ള തിരയുകയാ. പാത്രത്തിൽ എന്തോ തിരയുകയാണ്. ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ എന്താണ് തിരയുന്നത്? ആയിഷ നിന്റെ ചുണ്ട് വെച്ച് കുടിച്ച സ്ഥലം തിരയുകയാണ് ആയിഷ. നീ എവിടെയാണ് ചുണ്ട് വെച്ച് കുടിച്ചതെന്ന് തിരയുകയാ. അവസാനം കണ്ടുപിടിച്ചപ്പോ തന്റെ ഭാര്യ എവിടെ വെച്ചാണോ കുടിച്ചത് അതേ സ്ഥലത്തേക്ക് റസൂലുള്ള തന്റെ ചുണ്ട് വെച്ചിട്ട് പാല് കുടിക്കുകയാ. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആയിഷ ബീബി മരിക്കുന്ന കാലത്തോളം പറയുമായിരുന്നു, എനിക്ക് അല്ലാഹു ലോകത്തൊരാൾക്കും കൊടുക്കാത്ത 9 പ്രതിഫലം എനിക്ക് നൽകി, 9 മഹത്വം എനിക്ക് നൽകി. അവിടെന്ന് പറയുമായിരുന്നു, സഹാബാ എന്റെ മടിയിൽ കിടന്നിട്ടാ, എന്റെ നെഞ്ചത്ത് കിടന്നിട്ടാണ് ലോകത്തിന്റെ നേതാവ് വഫാത്തായത്. എന്റെ നെഞ്ചത്ത് കിടന്നാണ് എന്റെ ഭർത്താവ് മരണപ്പെട്ടത്. ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാ, റസൂലുള്ളാഹിന്റെ തൊണ്ടയ്ക്ക് താഴെ അവസാനമായിട്ട് കടന്നു പോയത് എന്തെന്നറിയോ? എന്റെ ഉമ്മ നീരായിരുന്നു സ്വഹാബാ. റസൂലുള്ള ലോകത്തോട് യാത്ര പറയുമ്പോ അവസാനമായി പ്രവാചകന്റെ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങിയത് സംസം വെള്ളമായിരുന്നില്ല, തന്റെ ഭാര്യയുടെ ഉമ്മനീരാ. അല്ലാഹുവിന്റെ റസൂൽ അതാ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയിഷ എന്ന 18 വയസ്സുകാരിയുടെ നെഞ്ചത്താ കിടക്കുന്നത്. 18 വയസ്സുള്ള ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നിട്ടാണ് റസൂലുള്ള വഫാത്താകുന്നത്. ആ മരണസമയം അടുത്ത് വന്നപ്പോ
വന്നപ്പോ അല്ലാഹുവേ അബ്ദുറഹ്മാൻ എന്ന സ്വഹാബി വീടിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാണ്. അള്ളാന്റെ റസൂൽ ആയിഷാന്റെ മുഖത്ത് നോക്കി, ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കി. ആ സഹാബിയുടെ കയ്യിലൊരു മിസ്വാക്കുണ്ട്. 18 വയസ്സുകാരിക്ക് മനസ്സിലായി എന്റെ ഭർത്താവിന് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. മിസ്വാക്ക് വാങ്ങിയിട്ട് തന്റെ പല്ലിന്റെ അകത്തേക്ക് തന്റെ വായിലേക്ക് വെച്ചിട്ട് ആയിഷാ ബീവി റളിയല്ലാഹു തആല പല്ലുകൊണ്ട് ചവയ്ക്കുകയാണ്. മിസ്വാക്ക് വായിക്കകത്ത് വെച്ചിട്ട് തന്റെ പല്ലുകൊണ്ട് ചവയ്ക്കുകയാണ്. തന്റെ ഉമ്മനീര് അതിനകത്ത് പറ്റുകയാ. എന്നിട്ടല്ലാ ഉമ്മ കുഞ്ഞിന്റെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ ഭർത്താവിന്റെ പല്ല് തേച്ച് കൊടുത്തു മഹദി ആയിഷ. പെങ്ങള് ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒന്നാമത്തെ കടമ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നീ ഹോട്ടലിൽ നിന്ന് വയറും നിറച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ആ പാവത്തിന് കഞ്ഞിയും പയറും വേണ്ട. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരുടെ വീട്ടിലാ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം? എത്ര പേരുണ്ടെന്ന് കൈവക്കിക്ക്. കാണാനുള്ള കൊതിയുണ്ട്. എത്ര പേരുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാന്റെ റസൂല് പറയുന്നു, ഈ പുറക്കാട്ടിലെ ഏറ്റവും നല്ല കുടുംബം ഏത് വീടെന്നറിയോ? അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുന്ന, പടച്ചവന്റെ റഹ്മത്തിന്റെ മലക്കിറങ്ങുന്ന ബർക്കത്തുള്ള ഭവനം, ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാ. അള്ളാഹു അങ്ങനെയുള്ള വീടാക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള വീടാക്കി തരുമാറാകട്ടെ. ഒരു ഭാര്യയും ഭർത്താവും തിന്നൂല. പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചട്ടിക്കകത്ത് പടച്ചവനെ ചോറും വാരിയിട്ട് സാമ്പാറും പരിപ്പും മോരൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടെ എടുത്തിട്ടിട്ട് ഉമ്മ അങ്ങോട്ട് കുഴയ്ക്കും. ഉമ്മ ഇങ്ങനെ അങ്ങോട്ട് കുഴയ്ക്കും. അല്ലാഹ് നമുക്കൊരു കുഴപ്പമില്ല. ഉമ്മ സിമെന്റ് കുഴക്കണ പോലെ ചോറും കറിയെല്ലാം അങ്ങോട്ട് കുഴയ്ക്കും. എന്നിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ഒരു ഉണ്ട പിടിക്കും. നമ്മളിങ്ങനെ നോക്കിയിരിക്കും. വേണോടാ? വേണം ഉമ്മ. വായിലേക്ക് വെച്ച് തരും. ആർത്തിയോടെ നമ്മൾ വാരി തിന്നും. ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലൊന്ന് ചോറ് വെച്ചിട്ട് നിങ്ങളുടെ മോനൊന്ന് കൊടുത്തു നോക്ക്, അവൻ തിന്നില്ല. ഒരു 4-5 വയസ്സ്, ഇത്തിരി ബുദ്ധി, ഇത്തിരി പക്വതയുള്ള ഒരു 4-5 വയസ്സ്, 4 വരെ 4-5 വയസ്സുള്ള മക്കളൊക്കെ കഴിക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ നീ ഒന്ന് കുഴച്ചിട്ട് ഉമ്മ കുഴച്ചാൽ പോലും തിന്നൂല. പിന്നല്ലേ വെണ്ണമ്പിള്ള കൂടെ കയറിയെന്ന് അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാത്രം ഉണ്ടാകണം വീട്ടില്, വലിയൊരു പാത്രം ഉണ്ടാകണം. ആ പാത്രത്തിനകത്ത് വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ച് തിന്ന്. അങ്ങനെ തിന്നത് കൊണ്ടാ പണ്ട് കുടുംബത്തിന്റെ അകത്ത് സന്തോഷവും സമാധാനവും സ്നേഹവും ഉണ്ടായിരുന്നു. പണ്ട് കൂടപ്പിറപ്പുകൾ ശത്രുക്കളായിരുന്നില്ല. സ്നേഹം ഉണ്ടായിരുന്നു. എന്റെ കൂടപ്പിറപ്പടാവൻ പറയാൻ അന്തസ്സോടെ അഭിമാനത്തോടെ നടക്കുമായിരുന്നു. ഇന്നതില്ല. ഇന്ന് കൂടപ്പിറപ്പുകളാ ഏറ്റവും വലിയ ശത്രുക്കള്. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തുകൊണ്ട് അകന്നുപോയി എല്ലാരും? ഒരുമിച്ചിരുന്ന് ഒരിക്കലെങ്കിലും ഒന്ന് കഴിക്കുവാപ്പ, ഒരു ദിവസമെങ്കിലും. നാളെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ നാളെ രാത്രി എല്ലാവരും കൂടെ ഒരു ദിവസം ഒരു പാത്രത്തിനകത്ത് വട്ട ഇരുന്നിട്ടൊന്ന് കഴിച്ചു നോക്കണം. എന്ത് സന്തോഷമെന്നറിയോ? നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയ്യത്ത് ചെയ്യ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ഭർത്താവിന്റെ കടമയാണ് തന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം, 2 വസ്ത്രം വാങ്ങിക്കൊടുക്കണം, നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം. അവൾക്ക് നീ ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും വാങ്ങിക്കൊടുക്കൽ നിന്റെ കടമയാ. ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കണം, നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം, അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവനും വാങ്ങിക്കൊടുക്കൽ നിന്റെ ബാധ്യതയാ. അതുകൊണ്ടല്ലേ നിന്നോട് പെണ്ണെട്ടാൻ പറഞ്ഞേ? നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല നിന്റെ പെണ്ണുമ്പിള്ള. നിന്റെ മക്കളെ നോക്കാനും നിനക്ക് വെച്ച് വിളമ്പി തരാനുള്ള വേലക്കാരിയൊന്നുമില്ല. അവക്കതൊന്നും നിർബന്ധമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവര്, നിന്റെ ഉമ്മാനെയും നിന്റെ വാപ്പാനെയും നിന്റെ മക്കളെയും നിന്റെ വീടും നിന്റെ കുടുംബം ഒന്നും നോക്കാൻ അവക്ക് അവകാശമൊന്നുമില്ല. അവൾ പിന്നെ ചെയ്തു തരുന്ന അവളവിടെ ഔദാര്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾക്ക് സർവ്വതും ചെയ്തു കൊടുക്കൽ നിന്റെ ബാധ്യതയാ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് ധരിക്കാനുള്ള വസ്ത്രം നീ വാങ്ങിക്കൊടുക്കണം. നല്ല വസ്ത്രം, നീ ധരിക്കുന്നത് പോലെയുള്ള വിലപിടിപ്പുള്ള വസ്ത്രം നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കണം. അവൾക്ക് മറ്റുള്ള ശുദ്ധീകരണത്തിന്റെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കൽ നിന്റെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാ പല ഭർത്താക്കന്മാരും കൊടുക്കൂല, ചെലവിന് പോലും കൊടുക്കാത്ത ഇതാവല്ലേ? ഭാര്യ
ഭാര്യക്കൊന്നും കൊടുക്കാറില്ല, ചെലവിനൊന്നും കൊടുക്കാറില്ല. ഓസിന് ആരും കൊടുക്കേണ്ട മനുഷ്യന്മാരെ. നിന്റെ പെണ്ണുമ്പിള്ളയ്ക്ക് നീ ഒരുള്ള ഭക്ഷണം വാങ്ങിക്കൊടുത്ത, 1 കിലോ അരി വാങ്ങിയിട്ട് നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുത്ത, അതിന് സദക്കയുടെ കൂലി അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓസിനല്ല, വെറുതെ അല്ല. പെണ്ണുമ്പിള്ളയ്ക്ക് ഒരു മാക്സി വാങ്ങിക്കൊടുത്താ നിനക്ക് സദക്കയുടെ കൂലിയാ. പെണ്ണമ്പിള്ളയ്ക്ക് ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്ത, ഒരു ഫർദ വാങ്ങിക്കൊടുത്ത, അവർക്ക് ചോദിക്കുന്ന ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത, മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ള വസ്തുവായി അത് നിനക്ക് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ ഒരു ഭർത്താവിന്റെ ബാധ്യതയാ. നമ്മൾക്ക് ചെലവിന് കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ പെണ്ണുമ്പിള്ളയെ പെണ്ണും കെട്ടിയിട്ടിട്ട് നാട് നടന്നാ പോരാ, കറങ്ങി നടന്നാ പോരാ. അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ ഒരു ഭർത്താവിന്റെ ബാധ്യതയാ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഒന്ന്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ, ആ പാവപ്പെട്ടവളെല്ലാം വിട്ടെറിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഹിജറ ചെയ്തു വന്നവളാ, അവളെ നീ ബഹുമാനിക്കണം. അവൾക്ക് ഭക്ഷണം കൊടുക്കണം, അവൾക്ക് വസ്ത്രം കൊടുക്കണം, അവൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം. ഇത് നിന്റെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഒന്ന്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ, ആ പാവപ്പെട്ടവളെല്ലാം വിട്ടെറിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഹിജറ ചെയ്തു വന്നവളാ, അവളെ നീ ബഹുമാനിക്കണം. അവൾക്ക് ഭക്ഷണം കൊടുക്കണം, അവൾക്ക് വസ്ത്രം കൊടുക്കണം, അവൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം. ഇത് നിന്റെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ തല്ലല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള മൂന്നാമത്തെ കടമ എന്തെന്നറിയുവോ? നിന്റെ ഭാര്യ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവളാ. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളക്കകത്ത് കിടന്ന് ജോലിയാട്. എടീ, നിനക്കെന്ത് ജോലിയാടി, നിനക്കെന്ത് ജോലിയാ എന്ന് ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാരുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരു ഭർത്താവിന്റെ മൂന്നാമത്തെ കടമ എന്തെന്നറിയുവോ? നിന്റെ ഭാര്യ അടുക്കളയിൽ സഹായിക്കൽ നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അടുക്കളയിൽ നിന്റെ ഭാര്യ ഭക്ഷണം വെക്കുന്ന സമയത്ത് അവളെ പോയി സഹായിക്കൽ നിന്റെ കടമയാണ്. അതിലൊരു നാടകം നിനക്ക് വേണ്ട, ഒരു ലജ്ജയും നിനക്ക് വേണ്ട. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വിശക്കുന്ന വയറോടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വിശക്കുന്ന വയറോടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹാ മാവ് കുഴച്ചു കൊണ്ടിരുന്ന സമയത്തങ്ങ് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. മാവ് കുഴച്ചു കൊണ്ടിരിക്കുന്ന സമയത്തങ്ങ് ഉറങ്ങിപ്പോയി. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് വരുമ്പോ ആയിഷാ ബീബി ഇരുന്ന് ഉറങ്ങുകയാ. പ്രവാചകനെ തല്ലിയില്ല, വഴക്ക് പറഞ്ഞില്ല, മിണ്ടാതെ ശല്യം ചെയ്യാതെ അടുത്തേക്ക് കടന്നു ചെന്നിട്ട് പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരിക്കുന്ന മാവിങ്ങനെ എടുക്കുകയാണ്. ആയിഷാ ബീബിയുടെ ചാരത്തിരിക്കുന്ന ആ മാവിങ്ങനെ ശബ്ദമുണ്ടാക്കാതെ എടുത്തു. എന്നിട്ട് പ്രവാചകന് കൊണ്ടുപോയിട്ട് ഭക്ഷണം ഉണ്ടാകുകയാ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഉറങ്ങുന്ന ഭാര്യയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആയിഷാ, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാ. ആയിഷാ, എന്റെ പ്രിയമുള്ളവരെ, ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്റെ ഭർത്താവുണ്ടല്ലോ, ഒട്ടകത്തെ കുളിപ്പിക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു, വസ്ത്രം കഴുകി തരുമായിരുന്നു, പാത്രം കഴുകി തരുമായിരുന്നു, എന്റെ വീട് തൂത്തു തരുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ് ഭാര്യ പറയുന്നത്. അതുകൊണ്ട് ഭർത്താക്കന്മാര്, നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല നിന്റെ ഭാര്യ. എന്റെ പ്രിയമുള്ളവരെ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് സമയം കിട്ടുമ്പോ അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് ഒരിക്കലെങ്കിലും നീ നിന്റെ ഭാര്യക്കൊരു ചായ ഇട്ട് കൊടുക്കണം. അവൾ അടുക്കളയിൽ കടന്ന് ജോലി ചെയ്യുന്ന സമയത്ത് പച്ചക്കറിയൊന്ന് അരിഞ്ഞു കൊടുക്കാ, അരിയൊന്ന് കഴുകി കൊടുക്കാ. അല്ലെങ്കിൽ അടുക്കളയിൽ കടന്നു ചെന്നിട്ട് ഭാര്യയുടെ ചാരത്തിരുന്ന് സന്തോഷത്തോട് എന്തെങ്കിലും ഒരു കൊച്ചു കാര്യങ്ങൾ പറയാ. തയ്യാറാകണേ ചെറുപ്പക്കാരാ.
അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള മൂന്നാമത്തെ കടമ എന്ത്? അവളെ നീ അടുക്കളയിൽ സഹായിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നാലാമത്തെ കടമ എന്തെന്നറിയുമോ? ഞാൻ വിശദീകരിക്കുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞു നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? ലിൽ മുത്തഖീന ഇമാമാ. ഒരു ഭർത്താവിന്റെ നാലാമത്തെ കടമ എന്തെന്നറിയുമോ? നിന്റെ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവായി നീ മാറണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിന്റെ ഭാര്യയുടെ ഏറ്റവും വലിയ റോൾ മോഡൽ നീയാണാകേണ്ടത്. നിന്നെ കണ്ടാണ് നിന്റെ ഭാര്യ പഠിക്കേണ്ടത്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.